KSU പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. സുപ്രധാന ഘട്ടങ്ങളിൽ SFIയെ സഹായിക്കാൻ ശ്രമിച്ച ഇബ്രാഹിം ബാദുഷയെ ജില്ലാ വൈസ് പ്രസിഡന്റാക്കിയതിൽ പ്രതിഷേധിച്ച് 21 ജില്ലാ ഭാരവാഹികളും 2 സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെടെ 23ഓളം KSU പ്രവർത്തകർ രാജിക്കൊരുങ്ങുന്നു. SFI സഹായിക്കാൻ ശ്രമിച്ചയാളെ വൈസ് പ്രസിഡന്റാക്കിയെന്ന് ആരോപിച്ചാണ് പാലക്കാട് KSUവിൽ പ്രതിഷേധമുയരുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അജാസ് കുഴൽമന്നം, ഗൗജ വിജയകുമാരൻ എന്നിവർ ഉൾപ്പെടെയാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് രാജിക്കൊരുങ്ങുന്നത്. ഇബ്രാഹിം ബാദുഷയെ വൈസ് പ്രസിഡന്റാക്കിയതിനെതിരെയാണ് രാജിവെച്ച് പ്രതിഷേധിക്കാൻ നീക്കം. കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ SFIക്ക് സഹായം നൽകിയെന്ന് ആരോപണം നേരിട്ടയാളാണ് ഇബ്രാഹിം ബാദുഷ. ഇയാൾ SFIയെ സഹായിച്ചതിനുള്ള തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും വൈസ് പ്രസിഡന്റായി സംസ്ഥാന കമ്മിറ്റി നിയമിച്ചെന്നാണ് രാജിവെക്കാൻ ഒരുങ്ങുന്ന KSU നേതാക്കൾ പറയുന്നത്. പുനഃസംഘടനാ ലിസ്റ്റ് വന്നതോടെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ രാജിസന്നദ്ധ അറിയിച്ചിരിക്കുകയാണ്. 21 ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ രാജിസന്നദ്ധ അറിയിച്ചുവെന്നാണ് വിവരം. സംഘടനയെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും രാജിസന്നദ്ധ അറിയിച്ച നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരാളെ ഞാൻ പോലും അറിയാതെ പുനഃസംഘടന പൂർത്തീകരിച്ച ജില്ലയായിരുന്നു. വീണ്ടും അഡീഷണൽ ലിസ്റ്റ് ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഞാൻ പോലും അറിയാതെയാണ് അത് പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യസന്നദ്ധ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. 4 പേരല്ല, ഞാൻ ഉൾപ്പെടെ 21 പേര് ജില്ലാ ഭാരവാഹികളും 2 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുള്ളത്. ഇതിനൊരു രാജി നൽകിയിട്ടില്ല, രാജ്യസന്നദ്ധ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെ അവർ ഗൗരവമായി കണ്ടില്ലെങ്കിൽ കൃത്യമായിട്ട് രാജിവെച്ച് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.